ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് കാണിക്കുന്നത് വലിയ വള്ളമായിട്ട് കടലിൽ പണിക്ക് പോകാൻ പോകുന്നൊരു വീഡിയോ ആണ്. അങ്ങനെ നമ്മുടെ വലിയ വള്ളം അഴീക്ക പൊഴിമുഖം വഴി പടിഞ്ഞാട്ട് പണിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പാലം കടന്ന് പടിഞ്ഞാറോട്ട് പോയിക്കൊണ്ടിരിക്കുക, കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പോകുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൂടെ വേറൊരു വള്ളം കൂടെ കയറി വരുന്നു. കൊച്ചു വെള്ളം അഴിച്ച് മാറ്റിയിട്ടേ നമ്മൾ പോകത്തുള്ളൂ. കടലിലോട്ട് കയറുന്നത് കൊച്ചു വെള്ളം അഴിച്ച് മാറ്റിയിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചു വെള്ളം പുറകെ കെട്ടിയിടും. ഇവിടെ അരി കഴുകുകയാണ്. നമുക്ക് ഭക്ഷണം റെഡിയാക്കാനുള്ള അരിയാണ്. അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ കടലിൽ കയറി കഴിഞ്ഞു. നമ്മൾ പണിക്ക് പോകാനായിട്ട് പോകുന്നു. ഒരു ബോട്ട് പണിയും കഴിഞ്ഞ് തിരിച്ചു പോകും. അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് കടലിൽ കയറി കഴിഞ്ഞു. ഈ അഴിമുഖത്ത് ഈ മുട്ട് വിട്ട് പണിയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കടലാണ്. അടുക്കളയിലെ പരിപാടി തകർത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾക്കെല്ലാവർക്കും പണിയുണ്ടെന്ന് പറയുമ്പോൾ പല കോരുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ജോലി തുടങ്ങുന്നത്. അതുവരെ ഞങ്ങളെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി നടക്കുന്നത് പറയുമ്പോഴത്തേക്ക് സ്രാങ്കും മറ്റുള്ളവരും മീനുണ്ടോ, സ്രാങ്കുണ്ട്, അണിയക്കാരനുണ്ട്. അപ്പോൾ അവരൊക്കെ മീനെ നോക്കണം. സ്രാങ്ക് ഇരുന്ന് വള്ളം ഓടിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എക്കോ സൗണ്ട്, GPS ഉണ്ട്. ഈ GPS ഒക്കെ എക്കോ സൗണ്ട് വഴിയൊക്കെ വെള്ളത്തിലാവും കാര്യങ്ങളും, അതുപോലെ ക്യാമറയുണ്ട്. ക്യാമറ വഴി മീൻ എവിടെ എത്തുന്നതെന്നൊക്കെ നോക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ വള്ളത്തിൻ്റെ അകത്തുണ്ട്. അങ്ങനെ മീനെ കണ്ട് എല്ലാവരും മീനുള്ള ഭാഗത്ത് തൊട്ട് വള്ളം ഓടിച്ചുകൊണ്ട് പോവുകയാണ്. വേറെയും വള്ളക്കാരെല്ലാവരും മീനുള്ള സ്ഥലം കണ്ട് അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് മീനുള്ള കരയ്ക്കാണ് കേട്ടോ. ഇത് ആഴത്തല്ല, ഒരുപാട് ആഴമല്ല. ഇത് കടലിൽ തന്നെ കരയ്ക്ക് ഭാഗത്ത് മീൻ കണ്ട് ഞങ്ങളും വല കോരാൻ തയ്യാറായി. വല കോരാൻ വേണ്ടി വലയുടെ ഒരു തലയും കൂടി ചാടുകയാണ്. ചാടിപ്പോയി. ഇനി ഈ വള്ളം കറങ്ങി വരും. വെള്ളത്തിൽ നിന്ന് വല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇത് കറങ്ങി വന്നിട്ട് നമ്മൾ ചാടിപ്പോയവരുടെ സ്ഥലത്ത് വള്ളം കറങ്ങി ചെന്ന് നിർത്തി അവരെ രണ്ടുപേരെ എടുക്കുമ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ ഇവർ ചാടിക്കൊണ്ട് പോയപ്പോഴത്തേക്ക് ഒരു തലയും പിടിച്ചിട്ടുണ്ട്. വലയുടെ ഒരു സൈഡും കൊണ്ട് അവർ പോയത്. ആ സൈഡും കൂടെ മേടിച്ചിട്ട് വള്ളത്തിനകത്ത് നിന്ന് വലിക്കും. അപ്പോൾ റൗണ്ടപ്പ് ആകും. ഒരു റൗണ്ട് കറങ്ങി വരുമ്പോൾ അതിനകത്താണ് നിൽക്കുന്ന മീനാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞ് ഇനി വല വലിക്കണം. വല വലിച്ച് കരയ്ക്ക് കയറ്റുമ്പോഴത്തേക്കാണ് മീൻ കിട്ടുന്നത്. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആളെല്ലാം വലിക്കാനും തുടങ്ങി. അപ്പുറത്ത് ആ സൈഡിലോട്ടും ആൾക്കാരെല്ലാം നിന്ന് വലിക്കുകയാണ്. നമ്മുടെ വല കിടക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. അതായത് കുറഞ്ഞ മീനുണ്ട്, കുറഞ്ഞ മത്തിയുണ്ട്. അത് ഇങ്ങനെ ചെറുതായിട്ട് തുള്ളുന്ന കാണാം. ഇപ്പുറത്ത് ആ റോപ്പും കൊണ്ട് ആ റോപ്പാണ്. റോപ്പും ആളുമെല്ലാം കയറുന്ന സൈഡാണിത്. 2 റോപ്പും കണ്ട. ആ 2 റോപ്പിൽ നിന്ന് വലിക്കണം. ആ 2 റോപ്പും കൂടെ വലിച്ച് വരുമ്പോഴത്തേക്കാണ് അത് വീഞ്ചി വഴി എടുക്കും. പിന്നെ ഈ നടുക്ക് ആൾക്കാർ ചാടും. എന്തിനാണെന്നറിയാമോ? ഈ മീൻ പുറത്തോട്ട് പോകാതിരിക്കും. ആ വഴി പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഈ റോപ്പ് കയർത്തിയിരുന്ന് നമ്മൾ ചാടും. നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഈ ഒരു സൈഡിൽ നിന്ന് ഇത് മേവല, ആ റോപ്പ് കയറുന്നത് കീഴ്വലയാണ്. രണ്ടും കൂടെ ഒരുമിച്ച് എടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മീൻ കൈ കിട്ടും. ഇപ്പോൾ റോപ്പെല്ലാം കയറി കഴിഞ്ഞ് വല മാത്രം ഇനി കയറിയാൽ മതി. ആ നീളത്തിൽ മൊത്തം എന്നാൽ കൊമ്പ് തൊട്ട് പ്രാവശ്യം വരെ എല്ലാവരും നിന്ന് വലയാണ് വലിക്കുന്നത്. വല വലിച്ച് കയറ്റിയാൽ മതി. വല വലിച്ച് കയറ്റി തീർന്നാലേ നമുക്ക് മീൻ കിട്ടും. മീൻ വലയ്ക്കകത്തുണ്ട്, കുറച്ച് മീൻ വലയ്ക്കകത്തുണ്ട് എന്തുവല്ല. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ജോലി തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. ഏകദേശം വല വലിച്ച് തീരാറായിട്ടുണ്ട്. വല വലിച്ച് തീർന്ന് വരുന്ന കുറച്ച് ഭാഗങ്ങളാണ്. ഇപ്പോൾ വല വലിച്ച് ഏകദേശം തീർന്നു. ഇനി മീൻ എടുത്താൽ മതി. നമ്മുടെ കൊച്ചുവെള്ളത്തിലാണ് മീൻ എടുക്കുന്നത്. ആ മീൻ തട്ടി എടുക്കുന്നുണ്ട്. കുറഞ്ഞ മീനുള്ളൂ, ഒരുപാട് മീനൊന്നും കിട്ടിയിട്ടില്ല. അതും കുറഞ്ഞ മീൻ കിട്ടി. അത് കൊച്ചുവെള്ളത്തിൽ വലിച്ചെടുക്കുന്നുണ്ട്. കിടക്കുന്നത് മത്തിയാണ് കിടക്കുന്നത്. മത്തിയെല്ലാം വലിച്ചെടുക്കുന്നുണ്ട്. കൊച്ചുവെള്ളത്തിലാണ് മീൻ വലിച്ചെടുത്തുകൊണ്ട് കരയ്ക്കോട്ട് കൊണ്ടുപോകുന്നത്.
നമ്മുടെ വലക്കകത്തുണ്ടായിരുന്ന മീനെ ഏകദേശം എടുത്തു കഴിഞ്ഞ് ഈ കുറഞ്ഞ മീനുള്ളത് ഈ കാണുന്ന കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കൊച്ചുവെള്ളം കരയ്ക്കോട്ട് പോകും. മീനെല്ലാം എടുത്ത് കഴിഞ്ഞ് തീർന്നു. കൊച്ചുവെള്ളം കരയ്ക്ക് കൊണ്ടുപോവുകയാണ്. കരയ്ക്കോട്ട് പോകുക എന്ന് പറയുമ്പോൾ കൊച്ചുവെള്ളം നേരത്തെ തന്നെ കൊണ്ടുപോയി മീൻ വിൽക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഈ വലിയ വള്ളത്തിൽ ജോലി തീർന്നിട്ടില്ല. നമ്മൾ വല വലിച്ചും ആ വള്ളത്തിൽ ഇനി വലയ്ക്ക് കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതുള്ള വലയ്ക്ക് എന്തെങ്കിലും അടപ്പോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അതവിടെ നിന്നപ്പം തന്നെ അത് നന്നാക്കും. അത് നന്നാക്കി കഴിഞ്ഞിട്ട് ഈ വല കഴുകി തിരിച്ച് വെക്കണം. ഇപ്പോൾ ഈ വല വെള്ളത്തിലിട്ടിട്ട് തിരിച്ച് ഈ പുറവശം വലിച്ച് വെക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് കാണുന്നത്. വല കഴുകി വൃത്തിയാക്കി വീണ്ടും പുറവശം വലിച്ച് റെഡിയാക്കി വെക്കണം. ആ സമയം കൊണ്ട് കൊച്ചുവെള്ളം കരയ്ക്ക് പോയി അവർ മീൻ വിൽക്കും. വേറെ വള്ളക്കാർ വല കോരുന്നുണ്ട്. ഇവിടെ വള്ളക്കാരിങ്ങനെ വല കോരിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുത്തല്ല, കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഒരു വീഡിയോ ആണ്. ഇത് കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ്. അത് വീണ്ടും ഞാനൊന്ന് ഇട്ടെന്നേ ഉള്ളൂ. കാര്യം കുറേ ആൾക്കാർ ഈ വല കോരുന്നത് കാണണമെന്ന് അഭിപ്രായം പറഞ്ഞായിരുന്നു, അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.